വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അത് യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശ്രീലങ്കയിൽ നിന്ന് അടക്കം പുറപ്പെട്ട ശ്രീലങ്കൻ തീരത്ത് ഒരു യുദ്ധക്കപ്പൽ ഒരു ഇറാന്റെ കപ്പൽ ഇസ്രായേൽ മുക്കി എന്ന വാർത്ത ഈ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഒരു പുതിയ അധ്യായമായി മാറുകയാണ്. നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. നിരവധി ആളുകളെ 32ഓളം ആളുകളെ രക്ഷപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോഴും ഈ സംഘർഷം മൂർച്ഛിക്കാൻ ഇത് കാരണമാകുമോ എന്നുള്ള വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. സംഘർഷങ്ങൾക്ക് ശമനമില്ല, യുദ്ധം അതിൻ്റെ കാഠിന്യത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാവാത്ത പശ്ചാത്തലമുണ്ട്. മിസൈലുകൾ അയക്കുന്നു, മിസൈലുകൾ തകർക്കുന്നു, ചില സ്ഥലങ്ങളിൽ മിസൈലുകൾ വീഴുന്നു, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇറാൻ ഇസ്രായേൽ സംഘർഷം, US സംഘർഷം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന് സുധാകരൻ്റെ ആലപ്പുഴ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി സുധാകരനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹം ഒന്ന് മയപ്പെടുന്നു. സുധാകരൻ അംഗത്വം പുതുക്കണം എന്ന ആവശ്യമടക്കം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള വഴികൾ പാർട്ടി തേടുന്നു എന്ന വിവരം കൂടി ഈ രാവിലെ നൽകാനുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് തലക്കെട്ടുകളിലേക്ക്. പശ്ചിമേഷ്യയിൽ ശമനമില്ലാതെ സംഘർഷം. ഗൾഫിലേക്ക് കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇറാൻ, തകർത്തെന്ന് സൗദി. 300ഓളം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചുകൾ തരിപ്പണമാക്കിയെന്ന് ഇസ്രായേൽ. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക തകർത്ത ഇറാൻ കപ്പലിൽ 87 മൃതദേഹങ്ങൾ. സംഭവത്തിൽ പ്രതികരിക്കാതെ ഇന്ത്യ. ട്രംപിനെതിരായ അമേരിക്കയിലെ നീക്കങ്ങൾക്ക് തിരിച്ചടി. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ കുറയ്ക്കാനുള്ള പ്രമേയം തള്ളി അമേരിക്കൻ സെനറ്റ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലും ട്രംപിന് വിജയം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ ഇന്ന് ഹൈക്കോടതിയിൽ. ദേവസ്വം ബോർഡ് റിപ്പോർട്ട് നൽകുക. ഒരാഴ്ചത്തെ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ സുധാകരനെ അനുനയിപ്പിക്കാൻ CPM സമവായ നീക്കവുമായി സംസ്ഥാന സെക്രട്ടറി. താൻ പരിഹസിച്ചതല്ലെന്ന് സുധാകരനോട് MV ഗോവിന്ദൻ. അംഗത്വം പുതുക്കണമെന്ന് അഭ്യർത്ഥന. SLC പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 4 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക്. സംസ്ഥാനത്ത് 3031 പരീക്ഷാ കേന്ദ്രങ്ങൾ. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും പരീക്ഷ. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയും ആരംഭിക്കുന്നു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ മുതൽ. സർക്കാർ മെഡിക്കൽ കോളേജുകൾ സാധാരണ നിലയിലേക്ക്. ഡോക്ടർമാരുടെ സമരം ഒരാഴ്ചത്തേക്ക് മാറ്റിയത് ഇന്നലത്തെ ചർച്ചയിൽ. സമരം നിർത്തിയത് 18 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുമെന്ന ഉറപ്പിൽ. യുദ്ധത്തിന് ശമനമില്ല. ശ്രീലങ്കൻ തീരത്ത് അമേരിക്ക മുക്കിയ ഇറാനിയൻ കപ്പലിൽ നിന്ന് 87 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. വിശാഖപട്ടണത്തെ നാവിക അഭ്യാസ ശേഷം മടങ്ങിയെത്തിയ കപ്പലാണ് തകർത്തത്. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ കപ്പലാണ് എന്നുള്ളത് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, വിശാഖപട്ടണത്ത് ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരുടെ നാവികരുടെ നാവികാഭ്യാസം അടക്കമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങിയ കപ്പലാണ് ഇപ്പോൾ മുങ്ങിയത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ ഞെട്ടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രതികരിക്കേണ്ടി വരും. ഇന്ത്യക്ക് തൊട്ടടുത്താണ്, ശ്രീലങ്കൻ തീരത്താണ്. മറ്റൊന്ന്, ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ കപ്പൽ കൂടിയാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇറാനെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രായേൽ ഇപ്പോൾ മുക്കിയത് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ ഒരു കപ്പലാണ്. ഈ കപ്പൽ പൂർണ്ണമായും തകർന്നു എന്നാണ് മനസ്സിലാകുന്നത്. കുറച്ച് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടല്ലേ? എന്താണ് ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, യുദ്ധം ഉടനൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആദ്യ 5 ദിവസം വ്യോമാക്രമണമായിരുന്നുവെങ്കിൽ ഇറാന്റെ
യുദ്ധക്കപ്പൽ ആക്രമിച്ചാണ് അമേരിക്ക സംഘർഷം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു ഈ ആക്രമണം എന്നതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 74 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്നും ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ പടക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇതിൽ 180 നാവികരായിരുന്നു കപ്പലിലുണ്ടായിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. കപ്പലിൽ നിന്നും അപായ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശ്രീലങ്കൻ സേന ഇതിൽ 32 പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ മിലാൻ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കപ്പലിന് നേരെയാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ വരും മണിക്കൂറിൽ പ്രതികരിക്കേണ്ടി വരും. കാരണം ഇന്ത്യയോട് ചേർന്ന സ്ഥലത്താണ്, ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥലത്തു കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വരും മണിക്കൂറിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണം ഉണ്ടായേക്കും. ഗൾഫ് രാജ്യങ്ങളോട് സന്ധി സംഭാഷണത്തിന് ഇറാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതും നിർണായകമായ കാര്യം ആണ്. മേഖലയുടെ സ്ഥിരതയ്ക്കായി ഒന്നിച്ചു നിൽക്കാമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്നും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നുവെന്നുമാണ് ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും ആശങ്കയുണ്ടാക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കുവൈറ്റ് തീരത്ത് നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 55 കിലോമീറ്ററോളം അകലെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. എണ്ണ ടാങ്കറിൽ ചോർച്ചയുണ്ടായെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. സൗദിയുടെ കാര്യമെടുത്താൽ 3 ക്രൂയിസ് മിസൈലുകൾ, സൗദിക്ക് നേരെ വന്ന 3 ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിച്ചെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അൽഖർജ് നഗരത്തിന് പുറത്താണ് ഈ 3 ക്രൂയിസ് മിസൈലുകളും നാശം വിതച്ചത്. ഈ മിസൈലുകൾ എത്തിയത് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള താമസക്കാരെ ഖത്തർ ഒഴിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷ കണക്കിലെടുത്താണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനമുണ്ടായത്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിതരാക്കാനാണ് നടപടി എന്നാണ് ഖത്തറിന്റെ വിശദീകരണം. മുൻകരുതൽ നടപടി ഭാഗമെന്ന് അധികൃതർ പറയുന്നുണ്ട്. ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിയെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി അവർക്ക് അനുയോജ്യമായ മറ്റ് താമസ സ്ഥലം ഒരുക്കിയതായും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെയും കുവൈറ്റിലെയും US എംബസികളും ദുബായിലെ US കോൺസുലേറ്റും കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചിരുന്നു. ഒപ്പം ഇറാഖിൽ 4 സ്ഫോടനമുണ്ടായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറാബത്ത്, സർക്യൂസ്, സുർദാഷ് പ്രവിശ്യകളിലാണ് സ്ഫോടനമുണ്ടായിട്ടുള്ളത്. ഇറാഖിലെ ഇറാനിയൻ കുർദിഷ് സായുധ സംഘമായ കുർദിസ്ഥാൻ ടോയിലേഴ്സ് അസോസിയേഷനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. അതാണ് സാഹചര്യം. ഇതുവരെ നമുക്ക് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 5000-ഓളം ബോംബുകൾ ഇസ്രായേൽ ഇറാനിൽ ഇട്ടു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 5000-ന് മുകളിൽ ബോംബുകൾ ഇസ്രായേൽ ഇറാനിൽ ഇട്ടു എന്നുള്ളതാണ്. അതിപ്പോൾ ടെഹ്റാനിലടക്കമുള്ള സ്ഥലങ്ങളിലാണ് വലിയ ബോംബ് വർഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ 1000-ലധികം മരണം ഇറാനിൽ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പല മേഖലകളിലും ഇറാന്റെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലകളെ കേന്ദ്രീകരിച്ച് മറ്റുമാണ് നിരവധി മിസൈലുകൾ ഇറാൻ വിക്ഷേപിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഏറെ നിർണായകമായ പ്രശ്നമാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ നമുക്കറിയാം ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഹോർമുസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ട്. കപ്പലുകൾ അങ്ങോട്ടേക്ക് വിടാത്ത പശ്ചാത്തലം, അവിടെ ഒരു കപ്പലിനെ അജ്ഞാതർ ആക്രമിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. അമേരിക്കയും മറ്റും ഈ വിഷയത്തിൽ ഇറാനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലാണ്. ഒട്ടും പുറകോട്ട്
വിട്ടില്ല ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ മിസൈലുകൾ. അതാണല്ലോ പാർവതി ഏറ്റവും പ്രധാനം. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ കൂടുതൽ മിസൈലുകൾ, ഡ്രോണുകൾ ഒക്കെ വിന്യസിക്കുന്ന പശ്ചാത്തലമുണ്ട്. അറാംകോയുടെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാല, അറാംകോയുടെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം വീണ്ടും ഉണ്ടായി എന്ന വിവരം പുറത്തു വരുന്നു. മിസൈലുകൾ സൗദി തകർത്തെന്ന് പറയുമ്പോഴും ഒട്ടും കാര്യങ്ങൾ ശുഭകരമല്ല. വീണ്ടും ഈ ഗൾഫ് കൺട്രീസിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഏകപക്ഷീയമായ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. ആക്രമണവും പ്രത്യാക്രമണവും രൂക്ഷമാണ്. ഇരു സംഘവും വിട്ടുവീഴ്ചയ്ക്കില്ലാത്ത നിലപാടാണ്. അതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ തന്നെ എയർപോർട്ട് ഹൈവേയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ലെബനനിലെ ട്രിപ്പോളി ബെദാവി അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ലെബനനിലെ ട്രിപ്പോളിയിലെ ഈ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ലെബനനിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ് ഈ ബെദാവിയിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാഖിലെ സുലൈമാനിയിലും സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. കുർദിസ്ഥാൻ മേഖലയിലെ വടക്കൻ പ്രവിശ്യയിലെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം ബെയ്റൂട്ടിലെ വിമാനത്താവള ഹൈവേയിൽ ഇസ്രായേലി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. ബെയ്റൂട്ടിലെ വിമാനത്താവള ഈ ഹൈവേയിലെ വാഹനങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 2 ആക്രമണങ്ങളിലായാണ് ഈ 3 പേർ കൊല്ലപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഒപ്പം അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം തുടരുകയാണ്. ഇതുവരെ 1045 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ 176ഓളം കുട്ടികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനെ ഐക്യരാഷ്ട്രസഭ അപലപിക്കുകയും ഈ കുട്ടികളുടെ മരണത്തിൽ, കൂട്ടക്കൊലയിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സൈന്യം ലെബനനെ ആക്രമിച്ചതോടെ ഇറാനും കനത്ത തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. നമുക്ക് UN ഈ റെഫ്യൂജി ഏജൻസിയുടെ കണക്ക് കൂടി നോക്കേണ്ടതുണ്ട്. UN റെഫ്യൂജി ഏജൻസിയുടെ കണക്കനുസരിച്ച് ആക്രമണങ്ങളെ തുടർന്ന് ആദ്യ 2 ദിവസങ്ങളിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ ടെഹ്റാൻ വിട്ടുപോയതായാണ് റിപ്പോർട്ട് വരുന്നത്. ലെബനനിൽ 58,000 പേർ വിവിധ സ്ഥലങ്ങളിൽ അഭയം തേടിയിട്ടുണ്ട്. മാർച്ച് 2-ന് ഏകദേശം 10,000 സിറിയക്കാരും ഏകദേശം 1000 ലെബനീസും ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് കുടിയേറിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഭയാർത്ഥി പലായനവുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് കൂടിയാണ് ഇത്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, അതിൻ്റെ പ്രത്യാക്രമണങ്ങളും മറ്റും പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങൾ, ഖബറടക്കമടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ട്. ഉടൻ ഖബറടക്കം ഉണ്ടാകില്ല എന്ന സൂചനകൾ കൂടിയുണ്ട്. ഇതിനിടെ മൊജ്തബ ഖമേനിയുടെ മകനെ കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുകയും മറ്റും ചെയ്തത്. മൊജ്തബയെയും വധിക്കും, ഇനിയും ആളുകളെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഏറ്റവും നിർണായകമായ ഒന്നാണ്. കാരണം ആരൊക്കെ ഇറാൻ്റെ ഭരണതലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ഇനി എത്തിയാൽ അവർക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ ഓരോ തലത്തിലും സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയാണ്. ഇതിനിടയിലാണ് ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഒരു ബോട്ട്, ഇറാൻ്റെ ഒരു ബോട്ട് നാവികാഭ്യാസം, വിശാഖപട്ടണത്ത് നിന്ന് നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഒരു ബോട്ട് മുക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. അത് ചില്ലറയൊന്നും ആയിരിക്കില്ല. ഇറാനെ പ്രകോപിപ്പിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ്. വലിയ പ്രകോപനം സൃഷ്ടിക്കും ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇതിനിടയിൽ സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ശക്തമായ ആക്രമണം ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്നു. ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും മുടങ്ങിയ പശ്ചാത്തലം കൂടി നിർണായകമായ ഒന്നാണ്. ഇന്നും ഇന്നലെയും ഒക്കെയായി വീണ്ടും വിമാനങ്ങൾ റദ്ദാക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ പലതരത്തിലുള്ള 5000 ബോംബുകൾ ആരാംകോ അടക്കം ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ അയച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇറാൻ്റെ വ്യോമ മേഖലയിൽ കടന്ന് 5000 ബോംബിട്ടു എന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. തിരിച്ചടിയായി ഇറാൻ 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000 ഡ്രോണുകളും തൊടുത്തു എന്നാണ് US നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം വന്നത്. ആരാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലയായ റാസ് തനൂറയിൽ ഇന്നലെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2ാം വട്ടമാണ് ആക്രമണം. പക്ഷേ ഉൽപ്പാദന തടസ്സമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം സൗദിയിലെ
CIA താവളത്തിലും ഇറാൻ്റെ ഡ്രോൺ പതിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിൽ UAE-യിൽ ആക്രമണങ്ങളടക്കം വിദേശികളടക്കം 78 പേർക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട്. മരണം 3 അങ്ങനെ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിലാണ് കൂടുതൽ ആശങ്കകളും മറ്റും നിലനിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ് പാർവതി, ഈ ട്രംപിൻ്റെ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട്. ട്രംപിൻ്റെ യുദ്ധത്തിൽ നിന്ന് തടയാനുള്ള ചില കാര്യങ്ങൾ അമേരിക്കയിൽ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ട്രംപിൻ്റെ യുദ്ധാധികാരങ്ങൾ കുറയ്ക്കാനുള്ള പ്രമേയം അമേരിക്കൻ സെനറ്റ് തള്ളി എന്നുള്ള വിവരം കൂടിയുണ്ട്. അപ്പോൾ ട്രംപിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലും ട്രംപിന് വിജയമുണ്ടായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണം ഇതിനിടയിൽ തുടരുന്നുണ്ട്. കൂടുതൽ മിസൈലുകൾ തകർത്തുവെന്ന് സൗദിയൊക്കെ അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ട്രംപ് യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന എന്താണ് നിലപാടിൽ തന്നെയാണോ? അതെ രഞ്ജിത്ത്, ട്രംപ് കൂടുതൽ കരുത്തനാകുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ പ്രമേയത്തിൽ നിർണായക വിജയമാണ് US പ്രസിഡന്റ് നേടിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള നീക്കത്തിന് സെനറ്റിന്റെ പൂർണ്ണ പിന്തുണ ട്രംപിന് ലഭിച്ചു എന്നുള്ളതാണ് നിർണായകമായ കാര്യം. ഈ ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ കുറയ്ക്കാനുള്ള പ്രമേയമാണ് അമേരിക്കൻ സെനറ്റ് തള്ളിയത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ പോലും ട്രംപിന് വിജയം ലഭിച്ചു എന്നതും നിർണായകമാണ്. ഇറാനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച സൈനിക നീക്കത്തിന് ആണ് ഈ അമേരിക്കൻ സെനറ്റിന്റെ നിർണായക പിന്തുണ. അതായത് ട്രംപ് ഇത്തരം നിയമങ്ങൾ പാലിക്കാതെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെന്നായിരുന്നു ആരോപണം. എന്നാൽ ഇതാണ് ഇപ്പോൾ ട്രംപിനെ കൂടുതൽ കരുത്തനാക്കുന്ന ഒരു നീക്കം ഉണ്ടാകാൻ കൂടി കാരണം. ഇറാനിലെ വ്യോമാക്രമണം തടയാനും യുദ്ധത്തിന് കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ചത്. ഇത് ഉഭയകക്ഷി ഈ പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. ഇതോടെ കോൺഗ്രസിന്റെ തടസ്സങ്ങളില്ലാതെ തന്നെ ഇറാനിലെ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാൻ ട്രംപിന് രാഷ്ട്രീയമായി കൂടി കരുത്ത് ലഭിക്കുന്നതായിരുന്നു ഈയൊരു സംഭവം. 100-അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 52-നെതിരെ 47 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ ട്രംപിന്റെ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാടാണ് ഭൂരിപക്ഷം അംഗങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. യുദ്ധാധികാര പ്രമേയം വഴി പ്രസിഡന്റിന്റെ സൈനിക നീക്കങ്ങളെ നിയന്ത്രിക്കാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് ഇതോട് പരാജയപ്പെട്ടതെന്ന് വേണം മനസ്സിലാക്കാൻ. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുമുള്ള ട്രംപിന്റെ വാദത്തെ സെനറ്റ് ശരിവെക്കുകയായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സൈനിക നടപടികൾ ആരംഭിച്ച് 5 ദിവസം പിന്നിടുമ്പോൾ ലഭിച്ച ഈ പിന്തുണ ട്രംപ് ഭരണകൂടത്തിന് വലിയ ആശ്വാസം കൂടിയാകുകയാണ്. ആയുധശേഖരത്തെക്കുറിച്ചും സൈനിക വിന്യാസത്തെക്കുറിച്ചും രാജ്യത്തിനകത്ത് ചർച്ചകൾ സജീവമാണെങ്കിൽ കൂടി ഈ നിയമനിർമ്മാണ സഭയുടെ പിന്തുണയോടെ ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാകും ട്രംപിന്റെ തീരുമാനം. രഞ്ജിത്ത്, തീർച്ചയായും ട്രംപിന് കരുത്തു പകരുന്ന ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നു അമേരിക്കയിൽ എന്നുള്ളതാണ്. ട്രംപിൻ്റെ യുദ്ധ അധികാരം എടുത്തു കളയാനുള്ള പ്രമേയം പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പോലും ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട വലിയ ആത്മവിശ്വാസം നൽകുന്ന ഫലങ്ങൾ വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയുമാണ്. യുദ്ധം അതിൻ്റെ എല്ലാ തരത്തിലുള്ള മൂർധന്യാവസ്ഥയിലും മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തൊക്കെയാകും ഇരുപക്ഷത്തു നിന്നുള്ള നീക്കങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇസ്രായേൽ ശക്തമായി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പുതിയ ഭരണത്തലവനെയും ഇറാൻ്റെ പുതിയ ഭരണത്തലവനെയും കൊലപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന് സാധിക്കും. മൊസാദൊക്കെ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന ചാരസംഘടനയാണ്. അതുപോലെ മൊസ്ദബയ്ക്കും സുരക്ഷാ ഭീഷണികളുണ്ട്. മൊസ്ദബയെ പരമോന്നത നേതാവായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മൊസ്ദബയ്ക്ക് നേരെയും ഇസ്രായേലിൻ്റെ ഭീഷണികളുണ്ട്, ചാരക്കണ്ണുകളുണ്ട്, സംശയമില്ല. ഏതായാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഇറാനിയൻ കപ്പൽ തകർത്ത ഇസ്രായേലിൻ്റെ നടപടി തന്നെയാണ്. നിരവധി മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നു എന്നാണ് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കുന്നത്. 32 പേരെ രക്ഷപ്പെടുത്തിയെങ്കിൽ പോലും ഇത്തരമൊരു യുദ്ധക്കപ്പൽ അത് ഇന്ത്യയിൽ നിന്ന് തിരിച്ച് അതായത് നാവികാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ യുദ്ധക്കപ്പലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വിശാഖപട്ടണത്തായിരുന്നു ഈ നാവികാഭ്യാസം. നമുക്കറിയാം ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള നിരവധി യുദ്ധക്കപ്പലുകൾ പങ്കെടുത്തു. അതിനുശേഷം മടങ്ങുന്ന കപ്പലിൽ യാതൊരു പ്രകോപനവും സൃഷ്ടിക്കാതിരുന്ന
കപ്പലിനെ ഇറാൻ കപ്പൽ എന്നതുകൊണ്ട് മാത്രം ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇസ്രായേൽ തകർക്കുന്ന സാഹചര്യം ഒരുങ്ങി വരികയാണ്. അത് ചെറിയ പ്രശ്നമല്ല സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതിൽ സംശയമില്ല. അപ്പോഴും ഇസ്രായേൽ ശക്തമായി തന്നെ വീണ്ടും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഇറാന്റെ പടക്കപ്പൽ മുക്കി US എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം, US വീണ്ടും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അമേരിക്ക വീണ്ടും പറയുന്നത് യുദ്ധം അതിൻ്റെ ഇറാനെ തകർക്കുന്നത് വരെ, ഇറാനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ, അവർക്ക് തിരിച്ചടിക്കാൻ പ്രാപ്തി ഇല്ലാതാക്കും വരെ മിസൈലുകളും ബോംബ് വർഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 5000-ഓളം ബോംബുകൾ ഇതിനകം ഇസ്രായേൽ ഇറാന്റെ പല ഭാഗങ്ങളിൽ വർഷിച്ചു എന്നുള്ള വിവരം കൂടി അവർ അത്തരത്തിലുള്ള അവകാശവാദം കൂടി അവർ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും ഈ ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 21 സർവീസുകൾ ഇന്നും നാളെയുമായി എത്തേണ്ട, ഇന്നലെ റദ്ദാക്കി, ഇന്ന് നാളെയുമായി എത്തേണ്ട 20 സർവീസുകൾ കൂടി പുതുതായി റദ്ദാക്കി എന്നുള്ള വിവരമുണ്ട്. ആകാശത്ത് ആശങ്കയുണ്ട്. ഏതായാലും കാര്യങ്ങൾ പഴയപടിയാകാൻ സമയമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാത്തിരുന്ന് കാണണം ഏത് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ പടക്കപ്പലായ ദേന എന്ന പടക്കപ്പലിനെയാണ് നമുക്കറിയാം ഇത്തരത്തിൽ മുക്കിയത്. ജലബോംബ് മുങ്ങിക്കപ്പൽ ഇന്ത്യൻ സമുദ്രത്തിലെ ഡീഗോ ഗാർസിയൽ എന്നുള്ള മുങ്ങിക്കപ്പലിൽ നിന്നാണ് ഇത്തരത്തിൽ മിസൈൽ എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. US സേനാത്താവളം ഡീഗോ ഗാർസിയയിലുണ്ട്. ഇവിടെ നിന്ന് ഒഹായോ ക്ലാസ് മുങ്ങിക്കപ്പൽ ഈ മേഖലയിൽ പതിവായി നിരീക്ഷണത്തിൽ ഇറങ്ങാറുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സംഭവിച്ചത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. വിശാഖപട്ടണത്ത് നടന്ന രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിലും നാവികാഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഈ യുദ്ധക്കപ്പൽ. ശ്രീലങ്കൻ തുറമുഖ നഗരമായ ഗോളിൽ നിന്ന് 74 കിലോമീറ്റർ അകലെയാണ് കപ്പൽ തകർക്കപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. രാജ്യാന്തര സമുദ്രമേഖലയിലെ വ്യവസ്ഥകൾ അത് ലംഘിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം എന്ന വിമർശനം വ്യാപകമായി തന്നെയുണ്ട്. സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം രാജ്യാന്തര സമുദ്രമേഖല സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആക്രമണം പാടില്ല എന്നാണ് വ്യവസ്ഥ. യുദ്ധം നടത്തണമെങ്കിൽ UN രക്ഷാസമിതി അടക്കം അനുമതിയും ആവശ്യമാണ്. അങ്ങനെ രാജ്യാന്തര നിയമങ്ങളെല്ലാം ലംഘിച്ചാണ് പാർവതി ഈ അമേരിക്കയുടെയും മറ്റു നീക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സമാധാനപൂർണ്ണമായി ഉപയോഗിക്കേണ്ട പ്രദേശത്ത് പോലും കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടി വരും. ഇറാനും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ക്ഷണപ്രകാരം വന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം എന്നുള്ളത് കൂടി നമ്മൾ ഗൗരവത്തിലെടുക്കണം. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പൽ തകർത്ത സംഭവത്തിൽ വരും മണിക്കൂറിൽ ഇന്ത്യയുടെ പ്രതികരണവും ഉണ്ടായേക്കും. രഞ്ജിത്ത്, മറ്റൊരു കാര്യം, ഈ സംഘർഷം, പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രാജ്യങ്ങളെ ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എണ്ണവില ഉയരുന്നു, വിലക്കയറ്റം, ഓഹരി വിപണി ഇടിയുന്നു, അങ്ങനെ പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. സ്പെയിൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമാൻ മധ്യസ്ഥത വഹിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊന്നും ഇരു വിഭാഗവും അനുനയത്തിന് തയ്യാറല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. സംഘർഷത്തിൽ അയവ് വരുത്താൻ അമേരിക്കയും ഇറാനും ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം ഈ വിലക്കയറ്റം ലോകത്തിലെ ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിനടക്കം ഇത് വലിയ തിരിച്ചടിയാണ്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യങ്ങൾ, പഴം, പച്ചക്കറി, മറ്റ് വസ്ത്രം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്നടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഈ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിപണിയെ പോലും വളരെ സാരമായി ബാധിക്കുന്നു, കച്ചവടക്കാരെ ബാധിക്കുന്നു. ഈ വ്യോമ പ്രതിസന്ധി അടക്കമുള്ളവയാണ് ഇതിന് തിരിച്ചടിയാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത്, ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇക്കാര്യം ഇസ്രായേൽ സൈന്യവും ടെഹ്റാൻ സ്റ്റേറ്റ് മീഡിയയുമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബഹ്റൈനിലെ ഒരു ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് ഇറാൻ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ വീണ്ടും സ്ഫോടനവും ഉണ്ടായിട്ടുണ്ട്. പശ്ചിമ മേഖലയിലെ നഗരമായ സനന്ദാജിലാണ് ഈ സ്ഫോടനമുണ്ടായിരിക്കുന്നതെന്നും പുതിയ വാർത്തകൾ വരുന്നുണ്ട്. രഞ്ജിത്ത്, മേഖലയുടെ വലിയ പ്രതിസന്ധി കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇന്ത്യയിലെ വിവിധ വിമാന കമ്പനികൾക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഒരു തരത്തിലും വ്യോമമേഖല അത് സജീവമാകുന്ന മട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കുറച്ചുകൂടി സമയമെടുക്കും കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി വരാൻ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുന്നുണ്ട്. കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിന്നായാലും ഇന്ത്യയിൽ നിന്നുടനീളം
ഒരുപാട് സാധനങ്ങൾ, പഴം, പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വലിയ തോതിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക മുക്കുന്നത് എന്നുള്ളത് നിർണായകമായ ഒന്നായി മാറുന്നുണ്ട്. അത് സംഘർഷം മൂർച്ഛിക്കാൻ ഇടവരുത്തും. ഇറാന്റെ ആക്രമണത്തിന്റെ വീര്യം കൂടും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ലക്ഷണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും കാര്യങ്ങൾ ഒട്ടും ആശ്വാസകരമല്ല. സമാധാനത്തിനുള്ള ഒരു ശ്രമങ്ങളുമില്ല. സ്പെയിൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് സമാധാനം വേണമെന്നും യുദ്ധത്തിൽ തങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകില്ല എന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊന്നും വഴങ്ങുന്ന മട്ടില്ല. ഇതിൻ്റെ അന്ത്യം കാണുന്നതുവരെ യുദ്ധം തുടരും, ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി പറയുന്നത്. നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ മിനിമം കുറഞ്ഞത് 2 ആഴ്ച എങ്കിലും വേണ്ടിവരും ഈ ആക്രമണത്തിൽ ഇറാനെ തറപറ്റിക്കാൻ എന്നുള്ളതാണ്. നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ഞങ്ങൾ ശരിക്കുള്ള ആക്രമണം ആരംഭിച്ചിട്ടില്ല എന്നും പറഞ്ഞു വെച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ അത് എങ്ങനെ, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി തന്നെ ഇത് പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എന്താകും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി പല മേഖലകളിലുണ്ട്. ഓയിലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട്. അതിനിടയിലാണ് റഷ്യയോട് ഇന്ത്യ കൂടുതൽ ഓയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കൂടുതൽ ഓയിൽ നൽകാം എന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ഇന്ത്യയെ കാര്യമായി ബാധിച്ച പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വേണം ഇത് പറയാൻ. ഇല്ലെങ്കിൽ ഇന്ത്യയുടെ 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് പുതുതായി റഷ്യ നൽകും എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിട്ടും നമ്മുടെ സ്വന്തം ഊർജ്ജ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനമെന്നാണ് മനസ്സിലാകുന്നത്. ഇത് ആഭ്യന്തര വിപണിയിലെ ഇന്ധനത്തിന് ലഭ്യത കുറയ്ക്കാൻ സഹായകരമാകുമെന്നാണ് റിപ്പോർട്ട്. ഖത്തറിൽ നിന്നുള്ള ദ്രാവക പ്രകൃതിവാതകത്തിൻ്റെ വിതരണം ഏതാണ്ട് നിലച്ച മട്ടാണ്. നമുക്കറിയാം, അത് നിർത്തിവെച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. അത് വരാനിരിക്കുന്ന ആഴ്ചകളിൽ ഇത് വലിയ പ്രതിസന്ധി ഇന്ത്യക്ക് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. നമ്മുടെ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ചേർത്ത് വെക്കണം. അതിന് ഇപ്പോൾ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഗ്യാസ് വിതരണത്തിലും സഹകരിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വരുന്ന ആഴ്ചകളിൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ഈ നമ്മുടെ രാജ്യാന്തര പ്രശ്നങ്ങൾ, നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ഇന്ധന വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹോർമൂസ് കടലെടുക്ക് അടച്ചതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം 40% എണ്ണ ഇറക്കുമതിയും അല്ലെങ്കിൽ എണ്ണയുടെ വ്യാപാരവും നടക്കുന്ന ഈ മേഖലയിലാണ് എന്നുള്ളതാണ്. രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ 56 ലക്ഷത്തോളം ബാരൽ ക്രൂഡ് ഓയിൽ പ്രതിദിനം സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഓയിൽ വേണം. ഏതാണ്ട് 3 ആഴ്ചത്തേക്കുള്ള ഓയിൽ മാത്രമാണ് നമ്മുടെ പക്കൽ സ്റ്റോക്ക് ഉള്ളത് എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. യുദ്ധത്തിൻ്റെ രീതിയും മട്ടും ഭാവമൊക്കെ മാറുമോ എന്നതും പ്രധാനമാണ്. ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നാൽ ഇതിപ്പോൾ ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ച് കാണും പാർവതി, സംശയമില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ അവരുടെ ഒരു നാവിക കപ്പൽ തകർക്കുക, അവരുടെ നാവിക സേനാംഗങ്ങളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ നിർണായകമായ ഒന്നാണ്. അവരുടെ പരമോന്നത നേതാക്കളെ അടക്കം കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു ചെയ്തിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്ക ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണോ? അത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. രഞ്ജിത്തെ, ഏറ്റവും പുതിയ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ആൾനാശം സംബന്ധിച്ച കണക്കുകളാണത്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം, അമേരിക്കയും ഇസ്രായേലും ഇറാനുമായുള്ള ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ മരിച്ച ഓരോ രാജ്യത്തിലും മരിച്ച ആൾക്കാരുടെ കണക്കുകളാണ്, കൊല്ലപ്പെട്ട ആൾക്കാരുടെ കണക്കാണ് പുറത്തു വരുന്നത്. മാർച്ച് 3 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലെബനനിൽ 40 പേർ കൊല്ലപ്പെട്ടുവെന്നും 246 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇറാനിൽ 1000-ലേറെ പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആൾനാശം സംഭവിച്ചിട്ടുള്ളത് ഇറാനിലാണ്. 1000-ലേറെ പേർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100 കണക്കിന് ആളുകൾ പരിക്കേറ്റു. ഇതിന്റെ കണക്ക് ഇനിയും ഉയർന്നേക്കും. കാരണം 2 ദിവസം മുൻപ് മാർച്ച് 3 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാഖിൽ 2 പേർ കൊല്ലപ്പെട്ടതായും 5 പേർക്ക് പരിക്കേറ്റതായുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇസ്രായേലിൽ 11 പേർ കൊല്ലപ്പെട്ടു, 100 കണക്കിന് ആളുകൾക്ക് പരിക്കുപറ്റി ചികിത്സയിലാണ്. ജോർദാനിൽ 5 പേർക്ക് പരിക്കുപറ്റി. കുവൈറ്റിന്റെ കാര്യമെടുത്താൽ 3 പേർ കൊല്ലപ്പെടുകയും 35-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ബഹ്റൈനിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 പേർക്ക് പരിക്കേറ്റുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഖത്തറിൽ ഈ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. UAE കാര്യമെടുത്താൽ 3 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കണക്ക്. ഇതുവരെ പുറത്തു വന്ന കണക്ക്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ഇത് ഒരുപക്ഷെ 2 ദിവസത്തിന് മുൻപുള്ള കണക്കാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 68 പേർക്കാണ് UAE-യിൽ പരിക്കേറ്റിട്ടുള്ളത്. സൗദി അറേബ്യയുടെയും സൈപ്രസിന്റെയും കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നില്ല. ഈ മേഖലയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കണക്കുകളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. US മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള 6 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 18 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അല്പസമയത്തിനു മുൻപ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. 12 രാജ്യങ്ങളിലാണ് ഇതുവരെ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ തുടരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ പേർക്ക് പരിക്കേൽക്കാനും മരണസംഖ്യ ഉയരാനുമാണ് സാഹചര്യം. ഒപ്പം കുവൈറ്റിൽ നിന്ന് ആശങ്കയുണ്ടാക്കുന്ന പുതിയ വിവരങ്ങൾ വരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റ് തീരത്ത് നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ ഉണ്ടായ സ്ഫോടനമാണ്. അത് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ സ്ഫോടനം സ്ഥിരീകരിച്ചത്. എണ്ണ ടാങ്കറിൽ ചോർച്ചയുണ്ടായെന്നും ഇതിൽ നിന്ന് ഈ ടാങ്കറിൽ നിന്നുള്ള എണ്ണ കടലിലേക്ക് പടരുന്നതായും വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചിയിൽ ചരക്ക് കപ്പൽ ഇന്ധനവുമായി എത്തിയ കപ്പൽ മുങ്ങിയപ്പോൾ ഉണ്ടായ പരിസ്ഥിതി പ്രശ്നം അറിയാം. ഇതുപോലെയുള്ള പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം ബാധിക്കും. അതും വലിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും എല്ലാ 12ഓളം രാജ്യങ്ങളെ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നു, മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല. പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. പാർവതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വരും മണിക്കൂറുകളിലും ന്യൂസ് 8 പ്രേക്ഷകർക്ക് കാണാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകൾ ഇന്ന് തുടങ്ങും. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 പേരുമടക്കം ആകെ 4,12,516 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും പരീക്ഷകൾ നിശ്ചയിച്ചത് പ്രകാരം മാർച്ച് 30 അവസാനിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങളിലെ SSLC +2 പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. 5-ാം തീയതിയിലെ പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷകളുമാണ് മാറ്റിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ട് നൽകാൻ കോടതി നൽകിയ ഒരാഴ്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. കണക്കുകളും അനുബന്ധ രേഖകളും ഹാജരാക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. സർക്കാർ ഏത് തരത്തിലുള്ള കണക്കുകൾ, ദേവസ്വം ബോർഡ് ഏത് തരത്തിലുള്ള കണക്കുകളാണ് നൽകുക എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരാമർശങ്ങളും നിർണായകമാകും. ഇന്നലെയാണ് മുതിർന്ന CPM നേതാവ് G. സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും മറ്റും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം വലിയ അസംതൃപ്തിയിലായിരുന്നു. മാധ്യമങ്ങളെ ഒന്നും കാര്യമായി കാണാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടയിൽ സുധാകരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒരു അനുരഞ്ജന ശ്രമങ്ങളും നടക്കുന്നില്ല എന്നായിരുന്നു ഇന്നലെ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സുധാകരനെ അനുനയിപ്പിക്കാൻ CPM എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. MV ഗോവിന്ദൻ സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് വിവരം. താൻ പരിഹസിച്ചതല്ലെന്ന് സുധാകരനോട് MV ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടി അംഗത്വം പുതുക്കണമെന്നും സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അംഗത്വം പുതുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് സുധാകരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജില്ലാ സെക്രട്ടറി R. നാസറും സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. മാധ്യമങ്ങൾ പലതും തെറ്റായി പ്രചരിപ്പിക്കുകയാണ് എന്നാണ് നാസർ അറിയിച്ചത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും UDF സുധാകരനെ പിന്തുണയ്ക്കുമെന്നുമൊക്കെയാണ് വാർത്തകളും വിവരങ്ങളും മറ്റും പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരുപാട് സാഹചര്യ തെളിവുകളുമുണ്ട് നമുക്കറിയാം ഇതിൽ. പക്ഷേ ഇപ്പോഴും സുധാകരൻ ഒട്ടും വഴങ്ങിയിട്ടില്ല എന്നല്ലേ പാർട്ടിക്ക് മനസ്സിലാക്കേണ്ടത്?
രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടെയാണ് MP ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ജി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചത്. ഇന്നലെ ഈ സംഭവങ്ങൾക്ക് ശേഷം, അതായത് പ്രധാനമായും ജി സുധാകരനെ അപമാനിതനാക്കിയതും പ്രകോപിതനാക്കിയതും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ MP ഗോവിന്ദന്റെ ചില പ്രതികരണങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ കുറെ നാളുകളായി പാർട്ടിക്കുള്ളിൽ തുടരുന്ന പ്രശ്നങ്ങൾ, അതിനോടൊപ്പം തന്നെ ആണ് ഇപ്പോൾ ജി സുധാകരനെ ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചുകൊണ്ട് അത് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം MP ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രധാനമായും ഇന്നലെ ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, MP ഗോവിന്ദന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം താൻ മെമ്പർഷിപ്പ് അടക്കം പുതുക്കുന്നില്ല, കാരണം താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ തിരുവനന്തപുരത്ത് MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട MP ഗോവിന്ദൻ ജി സുധാകരൻ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരു പരിഗണനയും ഇല്ല എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണ മറുപടി പറയുകയും ചിരിക്കുകയും ചെയ്തു. അത് തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും ജി സുധാകരൻ മുന്നോട്ട് വെച്ച ആരോപണം. അതിനോടൊപ്പം തന്നെ ഈ 5 വർഷക്കാലമായി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തന്നെ ഒരു പരിപാടിക്കും പങ്കെടുപ്പിക്കാറില്ല. താൻ സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഇരുന്നിട്ടും ഇവിടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ താൻ എവിടെയെന്ന് പോലും ആരും അന്വേഷിച്ചിട്ടില്ല. തന്നെ ഒരു പരിപാടിയിലേക്ക് വിളിക്കുകയോ അത്തരം കാര്യങ്ങൾക്ക് ചെയ്യുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു വലിയ അതൃപ്തിയോടുകൂടിയാണ് ജി സുധാകരൻ ഇന്നലെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും ഈ വിഷയത്തിനകത്താണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുണ്ടായിട്ടുള്ളത്. MP ഗോവിന്ദൻ പ്രധാനമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ അത്തരത്തിലൊരു പരിഹാസ രൂപേണ പറഞ്ഞതല്ല, മറിച്ച് അത് സാധാരണഗതിയിൽ പറയുന്നത് മാധ്യമങ്ങൾ ആ രീതിയിൽ ആക്കി മാറ്റിയതാണ് എന്നുള്ള രീതിയിലാണ് MP ഗോവിന്ദൻ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ജി സുധാകരൻ ഇതിന് യാതൊരുവിധ മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊരു മറുപടി പറയാനായി ജി സുധാകരൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും ആ ഒരു അതൃപ്തി അദ്ദേഹത്തിന് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഈ സംഭവം ഈ പോസ്റ്റ് വന്നതിന് ശേഷം ജില്ലാ സെക്രട്ടറി R നസർ പല സമയങ്ങളിലായി ജി സുധാകരനെ വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് നാസറുമായി സംസാരിച്ച ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി മെമ്പർഷിപ്പ് പുതുക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് താൻ ചെയ്യുന്നില്ല എന്നുള്ള മറുപടിയാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുനയ ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മറുവശത്ത് കോൺഗ്രസിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് എന്താണെന്നതും പ്രധാനമാണല്ലോ ശരണ്യ. സുധാകരനെ അംഗീകരിക്കാൻ കോൺഗ്രസിന് മടിയുണ്ടാവില്ല, അത്തരം ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ മത്സരിക്കാനൊക്കെ അദ്ദേഹം തയ്യാറായത്, അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് മത്സരിക്കാൻ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഒരാളാണ്, അത് പെട്ടെന്ന് പിൻവലിയുകയും ചെയ്യുന്ന ആളാണ്, അത്തരത്തിൽ ഒരു സ്വഭാവവിശേഷമുള്ള ആളാണ്. കോൺഗ്രസ് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണോ സുധാകരന്റെ നീക്കങ്ങൾ? നിലവിൽ ഇപ്പോൾ ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പിന് പുറത്തു നിൽക്കുന്ന ഒരാളാണ്. സ്പോട്ടിനിയിൽ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് ഫോറം വന്നിട്ടില്ല. പക്ഷെ ജില്ലാ സമ്മേളനത്തിന് ശേഷമേ അത് അത്തരത്തിലൊരു പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അത് ഒരു പുതുക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള അതൃപ്തി, പ്രത്യേകിച്ച് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ഒറ്റപ്പെടലിന്റെ പശ്ചാത്തലത്തിലും സുധാകർ പലതവണ അതൃപ്തി പ്രകടിപ്പിക്കുകയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല, സംസ്ഥാന നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോ ഈ ഒരു വിഷയത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ജി സുധാകരൻ അതൃപ്തനാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. 2 ടേം വ്യവസ്ഥയിൽ മാറ്റപ്പെട്ടവരാണ് ജി സുധാകരനും തോമസ് ഐസക്കും ഒക്കെ. അപ്പൊ ഇത്തവണ മത്സരിക്കും, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ജി സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടായിരുന്നു. MA ബേബി അടക്കമുള്ള നേതാക്കന്മാരുടെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട ജി സുധാകരന്റെ പേര് N ഹരിശങ്കർ ഉൾപ്പെടെയുള്ള രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ R നാസറും ഇക്കാര്യം പറഞ്ഞിരുന്നു. സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം ഉടൻ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്
സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് പറയുകയും ഒപ്പം ഒരു പരിഗണനയും ഇല്ല എന്ന് പരിഹാസ രൂപേണ പറയുകയും ഒക്കെ ചെയ്ത സുധാകരനെ നല്ല രീതിയിൽ പ്രകോപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ വരികയാണെങ്കിൽ അമ്പലപ്പുഴയിൽ പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയിലേക്ക് ജി സുധാകരൻ പോകുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനോട് ഒരു വിയോജിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കോൺഗ്രസിന് പിന്തുണ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടി സംവിധാനത്തിന് പുറത്തെത്തി ജി സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അമ്പലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ അടക്കം നിർത്താതെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും അമ്പലപ്പുഴയിൽ ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സുധാകരനെ ചൊടിപ്പിക്കുന്നത്. കാരണം സലാം മത്സരിച്ച് ജയിച്ചതിന് ശേഷവും ജി സുധാകരനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുന്നു. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ പിന്നീട് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ യുദ്ധങ്ങളിലേക്കും സുധാകരനെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കും വന്നു. പരസ്യ പ്രസ്താവനകൾ ഉണ്ടായി. ഒപ്പം സുധാകരന്റെ കാലത്ത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളിൽ ഉള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫ്ലാഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവമാണ്. അതിൽ അവിടെ നിന്നും സുധാകരന് സ്ഥാപിച്ച ശിലാഫലകം മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അമ്പലപ്പുഴയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ സുധാകരൻ ഒരു പക്ഷേ ഇസ്ലാം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആകുമായിരുന്നില്ലെങ്കിൽ ഇത്രയധികം ഒരു കടുത്ത നിലപാടിലേക്ക് പോകില്ലായിരുന്നു. സംസ്ഥാന നേതൃത്വത്തോട് അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ തന്നെ ഇത്രയധികം ആക്ഷേപിച്ച ഒരാളെ, പരസ്യമായി അപമാനിക്കുന്ന ഒരാളെ വീണ്ടും സ്ഥാനാർത്ഥികളിലേക്ക് കൊണ്ടുവരികയും ജി സുധാകരൻ ഇത്രയും കാലം കടന്നുപോയ കാര്യങ്ങളിൽ പാർട്ടി മൗനം പാലിക്കുകയും ചെയ്തതാണ് സുധാകരനെ വലിയ രീതിയിൽ പ്രകോപിതനാക്കിയത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ ഏറ്റവും ജനസമ്മതിയുള്ള സീറ്റിനെ, ആലപ്പുഴ എന്നല്ല സംസ്ഥാനത്ത് തന്നെ പാർലമെന്റേറിയൻ എന്ന രീതിയിൽ ഏറ്റവും അധികം ജനസമ്മതിയുള്ള ഒരാളാണ് ജി സുധാകരൻ. അഴിമതിയുടെ കറപുരളാത്ത മന്ത്രിയാണ് അദ്ദേഹം. പലതവണ മന്ത്രിയായിരുന്നപ്പോഴും എല്ലാം തന്നെ അദ്ദേഹം മറ്റൊരു തലത്തിൽ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മത്സര രംഗത്തേക്ക് കടക്കാനുള്ള സാധ്യത ആലപ്പുഴയിൽ തള്ളിക്കളയാൻ കഴിയില്ല. അതിന്റെ സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. രഞ്ജിത്ത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ന് കേരളത്തിലെത്തും. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും കാണും. 3 ദിവസത്തെ സന്ദർശന പരിപാടിയാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായാണ് ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ. നാളെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. 7 രാവിലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെയും ചീഫ് സെക്രട്ടറിയെയും DGPയെയും ജ്ഞാനേഷ് കുമാർ കാണും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്. ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു പ്രശ്നം. സർക്കാരിൻ്റെ ഇന്നലത്തെ ചർച്ചയിലെ ഉറപ്പിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്ത് വന്നിരുന്നു. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഇന്നലെ ഉണ്ടായത്. 18 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകാൻ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 39 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അതായത് ഇനിയും 18 മാസം കഴിഞ്ഞാലും വീണ്ടും ഒരു 19 മാസത്തെ കുടിശ്ശിക കൂടി, 22 മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് ഡോക്ടർമാർക്ക് കിട്ടാൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നിയമപരമായ തീരുമാനങ്ങൾ അനുസരിച്ച് നൽകുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരെ അറിയിച്ചിരിക്കുന്നത്, ആരോഗ്യമന്ത്രി അടക്കം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമരം പിൻവലിച്ചിട്ടില്ല, ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരും. സാരംഗ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മെഡിക്കൽ കോളേജുകളിൽ പല പ്രവർത്തനങ്ങളും സംഭരണത്തിലായിരുന്നു. ഓപ്പറേഷനുകളൊക്കെ മാറ്റിവെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ കാര്യങ്ങൾ പഴയപടിയാകുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം നടന്ന ആരോഗ്യമന്ത്രിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി നടന്ന ചർച്ചയുടെ ഭാഗമായാണ് ഇന്നു മുതൽ സമരം മാറ്റിവെച്ചുകൊണ്ട് ഡോക്ടർമാർ വീണ്ടും സർവീസുകളിലേക്ക് കയറുന്നത്. എല്ലാ സമര നടപടികളും അവസാനിപ്പിച്ചു, അതായത് ഒരാഴ്ചത്തേക്ക് അവസാനിപ്പിച്ചു എന്നാണ് KGMCയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം. അതായത് OP ബഹിഷ്കരണമായിക്കോട്ടെ, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു കഴിഞ്ഞ 13 ദിവസവും. പിന്നീട് ശസ്ത്രക്രിയകൾ 18 ദിവസവും നടന്നിരുന്നു.
അത് ഇന്നു മുതൽ വീണ്ടും പുനരാരംഭിക്കും. അതായത് ഡോക്ടർമാർ ഒരാഴ്ചത്തേക്ക് ഈ ഒരു സമരം പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. അതായത് 18 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, രേഖാമൂലമുള്ള ഉറപ്പ്. അതിനുശേഷമുള്ളത് 39 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ള നിയമ നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിനൊപ്പം തന്നെ തസ്തികകൾ വർദ്ധിപ്പിക്കാനുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് മുൻപ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഉറപ്പ് ലഭിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ആശുപത്രികളുടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് സമര നടപടികളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പിന്നോട്ട് പോക്കുണ്ടായാൽ വീണ്ടും ഇതേപോലെ തന്നെ സമരം തുടരാൻ തന്നെയാണ് KGM-CT നിലപാട്. എന്ന് തന്നെയാലും ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മുഴുവൻ സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ഈ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണല്ലോ സാരംഗ് തർക്കം ഉണ്ടായിരുന്നത്. സമരത്തിലുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ മുമ്പോട്ട് പോയിരുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതേ ഉള്ളൂ, സമരം അവസാനിപ്പിക്കുന്നില്ല. ഇതിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ പറഞ്ഞ 18 മാസത്തേത് കൃത്യമായി അവർക്ക് ലഭ്യമായില്ല എങ്കിൽ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകും ആരോഗ്യ മേഖല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിനു മുൻപ് പലതവണ ചർച്ച നടത്തിയെങ്കിലും അതെല്ലാം അലസിപ്പിരിക്കുകയായിരുന്നു. മാത്രമല്ല അത് നവംബർ മുതൽ ആരംഭിച്ച സമരമാണ്. അതായത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നവംബർ മുതൽ ഡോക്ടർമാർ സമരത്തിലാണ്. അപ്പോൾ ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പലതവണ ചർച്ച നടന്നെങ്കിലും അതിലൊന്നും തീരുമാനമാകാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 18 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭ്യമാവും എന്നൊരു ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനുശേഷവും അതിൽ ഈ ഒരു ഒരാഴ്ചക്കിടയിലും കൃത്യമായ ഒരു നിലപാടെടുത്തില്ല എങ്കിൽ അല്ലെങ്കിൽ ലഭ്യമായില്ല എങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തന്നെ കടക്കാനാണ് KGM-CT തീരുമാനം. പക്ഷേ സർക്കാർ രേഖാമൂലമാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ഒരു തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു 18 മാസത്തെ ശമ്പള കുടിശ്ശിക ലഭ്യമാകുമെന്ന് തന്നെയാണ് KGM-CT ഭാരവാഹികൾ അറിയിക്കുന്നത്. അത് തന്നെയാലും അല്ല എങ്കിൽ ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇതിലൊരു തീരുമാനമായില്ല എങ്കിൽ വീണ്ടും സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. കടുത്ത നടപടിയിലേക്ക് കടക്കാനായിരുന്നു അവരുടെ തീരുമാനം. കാരണം അധിക ചുമതല അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും രാജിവെക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. അത് അത്തരം കാര്യങ്ങളിൽ കടക്കുന്നതിന് മുൻപാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചർച്ച നടന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഈ ഒരു മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം അടക്കം താളം തെറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്. ധനവകുപ്പായിരുന്നു ഈ ഒരു ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് തടസ്സം നിന്നത്. കാരണം വലിയ തുകയാണ് ഈ ഒരു 3 മാസത്തെ ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് തന്നെ അനുവദിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ധനവകുപ്പ് അറിയിച്ചിരുന്നു. പക്ഷെ 18 മാസത്തിന് നൽകുന്നതിൽ തടസ്സമില്ല എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിലപാട് വന്നത്. അതോടുകൂടിയാണ് ഇതിലൊരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരാഴ്ചത്തേക്ക് പിന്നോട്ട് പോകാനുള്ള തീരുമാനം KGM-CT ഭാഗത്ത് നിന്നുണ്ടായത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വിവിധ പാർട്ടികളിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ വിശദമായ ചർച്ച ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തർക്കമുള്ള മണ്ഡലങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നിർണായകമാകും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റികൾ കൈമാറുന്ന രീതിയാണ് CPM-നുള്ളത്. ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ചർച്ച ചെയ്ത് വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇതെത്തും. പിന്നെ ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ച ആദ്യമോ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് വൈകുമെന്ന സൂചനകൾ വന്നതിനാൽ ഈ പട്ടികയും പ്രഖ്യാപനവും ഒക്കെ ഒരുപക്ഷെ ഏപ്രിൽ 3-ാം വാരത്തിലേക്കൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചാൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ പാർട്ടികൾക്കുണ്ടാകുന്നത് കൊണ്ട് 1-2 ആഴ്ച മുമ്പ് മാത്രം പ്രഖ്യാപിച്ചാൽ പോലും ആവശ്യത്തിന് സമയം കിട്ടും. അതുകൊണ്ട് ഒരുപക്ഷെ അടുത്ത ഏപ്രിൽ ആദ്യവാരമോ അല്ലെങ്കിൽ ഈ മാസം മാർച്ച് അവസാനമോ ഒക്കെ ആയിട്ടായിരിക്കും പ്രഖ്യാപനം മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുക യാത്ര ഇന്ന് തലസ്ഥാന ജില്ലയിലെ പര്യടനം തുടരുകയാണ്. രാവിലെ പൗരപ്രമുഖരുമായി മുസ്ലിം അസോസിയേഷൻ ഹാളിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടിക്കാഴ്ച. ആര്യനാട്ട് രാവിലെ ആദ്യ പൊതുപരിപാടിയുണ്ട്. തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി വൈകുന്നേരം വെള്ളറടയിൽ യാത്ര സമാപിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ കാര്യപരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച യാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്താണ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത്.
ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പ്രിയമേറുന്നു. ഈ അധ്യയന വർഷം എഞ്ചിനീയറിംഗിന് 72% സീറ്റുകളിലും വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. 2021-22 അധ്യയന വർഷം ഇത് 55% മാത്രമായിരുന്നു. പഠനത്തോടൊപ്പം തൊഴിലും എന്ന രീതിയിൽ 2019-ലും 24-ലും പാഠ്യപദ്ധതി പരിഷ്കരിച്ചതോടെയാണ് അഡ്മിഷനുകൾ വർദ്ധിച്ചത്. ഒരു കാലത്ത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഇഷ്ടവിഷയമായിരുന്നു എഞ്ചിനീയറിംഗ്. പിന്നീട് തൊഴിലധിഷ്ഠിതമായ ഡിപ്ലോമ കോഴ്സുകളുടെ വരവോടുകൂടി എഞ്ചിനീയറിംഗിന്റെ പ്രിയം കുറഞ്ഞു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലോടുകൂടി എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രതാപകാലം വീണ്ടും പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ അധ്യയന വർഷത്തെ 67,974 സീറ്റിൽ 49,119 സീറ്റുകളിലും വിദ്യാർത്ഥികളെത്തി. എംടെക് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലാണ് ഈ വർധനവ്. ബിടെക്കിൽ മാത്രം 2021-22 25,313 വിദ്യാർത്ഥികൾ എത്തിയ സ്ഥാനത്ത് ഇത്തവണ 41,441 പേരായി. കുസാറ്റിൽ കഴിഞ്ഞ വർഷം 1,530 വിദ്യാർത്ഥികളായിരുന്നു എത്തിയത്. ഇത്തവണ 1,656 അഡ്മിഷനുകളുണ്ട്. പോളിടെക്നിക് കോഴ്സുകളിലും വർധനവുണ്ട്. 2024-25 അധ്യയന വർഷം 30,780 വിദ്യാർത്ഥികൾ ചേർന്നെടുത്ത് ഈ അധ്യയന വർഷം 34,783 പേരായി. കമ്പ്യൂട്ടർ സയൻസിന് 2025-26 12,512 പേർ അഡ്മിഷൻ എടുത്തു. വിദ്യാർത്ഥികളിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ 1 വർഷം വരെ ഇന്റേൺഷിപ്പ് അവസരം, പ്രായോഗിക അറിവ് വർദ്ധിപ്പിക്കാൻ പ്രൊജക്ട് അധിഷ്ഠിതമാക്കിയ പഠനം, വ്യാവസായിക നൈപുണ്യം ഉയർത്താൻ മൈനർ കോഴ്സുകൾ, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ അടക്കം പാഠ്യപദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഗുണം ചെയ്തത്. കോളേജുകളിൽ നിന്ന് പ്ലേസ്മെന്റ് സംവിധാനം ഒരുക്കിയതും ഗുണമായി. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഉടനടി ജോലി ലഭിക്കുന്നതും എഞ്ചിനീയറിംഗിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിനുമാണ് കൂടുതൽ പേർ ചേർന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരത്തിലും മാറ്റം വരുന്നതോടുകൂടി അടച്ചുപൂട്ടിപ്പോയ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളും വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിന്റെ ഭാഗമായി ഒരുങ്ങി വരുന്നുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. CPM ബന്ധം ഉപേക്ഷിച്ച് ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കാൻ ഉറപ്പിച്ച് PK ശശി. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശശി മത്സരിക്കുമെന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ ശശി സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ് ലീഗ് നേതാക്കളെ കണ്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, PK ശശി കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായി അത്ര രസത്തിലല്ല. അദ്ദേഹം ഈയിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം പാർട്ടി നൽകിയ സ്ഥാനം രാജിവെക്കുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ? UDF ഇതിന് പച്ചക്കൊടി വീശിയിട്ടുണ്ടോ? രഞ്ജിത്ത്, PK ശശി ഇന്ന് CPM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിന് നിലപാട് പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് PK ശശി ഇന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം UDFിലേക്ക് ഒറ്റപ്പാലത്ത് മത്സരിക്കുക, UDF സ്വതന്ത്രമായ ഒറ്റപ്പാലത്ത് മത്സരിക്കുക ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചാണെങ്കിലും വലിയൊരു വിഭാഗം അതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പാർട്ടി വിട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊതുപരിപാടിയിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനോ അതിന് വിശദീകരണം നൽകുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പാലക്കാട് ചേരുന്ന ഈ വിമത കൺവെൻഷനിൽ PK ശശി എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇന്നുണ്ടായേക്കും. എന്നാണെങ്കിലും പാലക്കാട് CPMന്റെ വലിയ ഒരു വിഭാഗം പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുമ്പോൾ PK ശശി അവർക്ക് നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം. ശരി, CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. മലയാള ഭാഷാ ബിൽ നിയമമാക്കുന്നതിൽ മുൻകൈയെടുത്ത കേരള സർക്കാരിനെയും സമരമുഖങ്ങളിൽ അണിനിരുന്ന ഭാഷാ സ്നേഹികളെയും അഭിനന്ദിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം 2025 ഒക്ടോബറിൽ കേരള നിയമസഭ പാസാക്കി അംഗീകാരത്തിനായി ഗവർണർക്ക് അയച്ച മലയാള ഭാഷാ ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. മാതൃഭാഷാ അവകാശ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന നിരന്തര സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ബില്ലിന് അംഗീകാരം ലഭിച്ചതെന്ന് പൂക്കാസ വ്യക്തമാക്കി. സമരങ്ങൾ വിജയപ്രാപ്തിയിലെത്തിച്ച മാതൃഭാഷാ അവകാശ മുന്നണിയുടെ പ്രവർത്തകരെ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിച്ചു.
നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. കണ്ണൂർ മോറാഴയിലെ രജീഷ് വി സിയുടെയും ജിഷ കെയുടെയും മകൻ സംവേദ് വി സിക്ക് ഇന്ന് 12ാം പിറന്നാളാണ്. മാംഗ്ലൂരിൽ നിന്ന് ചേച്ചി സാന്ത്വന, ശ്രീകുട്ടി, അനു, അമ്മമ്മ, ആപ്പൻ, ആൻറ്റി എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും സംവേദിന് ആശംസ അറിയിക്കുന്നു. ന്യൂസ് 18ൻ്റെയും പ്രത്യേക ആശംസ സംവേദിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.